അതിനകത്ത് വ്യാപകമായിട്ടുള്ള അഴിമതി ഉണ്ട് എന്നുള്ള ആക്ഷേപമുണ്ട്. ഞാനിപ്പോൾ അഴിമതി ഉണ്ടെന്ന് ഇപ്പോൾ പരസ്യമായിട്ട് രേഖകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ, PSC ചെയർമാൻ എന്ന നിലയിൽ. അപ്പോൾ അതുകൊണ്ടാണ് CNTG ഓഡിറ്റ് ചെയ്യട്ടെ എന്ന് നിങ്ങളെ പറഞ്ഞത്. CNTG തന്നെ ഓഡിറ്റ് ചെയ്യട്ടെ. അപ്പോൾ അവരുടെ മുമ്പിൽ എല്ലാം വരുമല്ലോ. CNTG ഓഡിറ്റ് അല്ല, നമ്മൾ സാമ്പിൾ സർവേ ആയിട്ട് ഒരു കേരളത്തിലെ ദേശീയപാതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓഡിറ്റ് ചെയ്യാനാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് വിഷയത്തെ അവരെന്താ പറഞ്ഞത്? അവർ പറഞ്ഞ അവർക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് മനസ്സിലാവുന്നത്. ഡിസൈൻ്റെ ഫെയിലിയറാണ്, ഞങ്ങളുടെ ഫെയിലിയറാണെന്ന് അവർ പറയുമ്പം ആ മീറ്റിങ്ങിൽ തന്നെ അവർ സമ്മതിക്കുകയല്ലേ ഞങ്ങളുടെ ഫെയിലിയറാണ്, ഡിസൈൻ ഫെയിലിയറാണെന്ന് ട്രാൻസ്പോർട്ട് മന്ത്രാലയം പറയുകയാണ്. അപ്പോൾ അതിനകത്ത് കേരളത്തിലെ സാഹചര്യം നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണിത്. എത്രയോ നാളുകളായിട്ട് കേരളത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു കൺസ്ട്രക്ഷൻ രീതിയല്ല അവിടെ അവലംബിച്ചത് എന്നുള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മുമ്പ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാ മീറ്റിങ്ങിലും പറയുന്നുണ്ട്. മുഖ്യമന്ത്രി വിളിച്ച കോൺഫറൻസിൽ MP മാരുടെ കോൺഫറൻസിൽ പറഞ്ഞതാണ്. ഇപ്പോൾ തന്നെ എന്താ ഡ്രെയിനേജിൻ്റെ സിസ്റ്റം അവർ പറഞ്ഞ് മുകളിലെ ഡ്രെയിനേജ് കൊണ്ട് വെള്ളം കൊണ്ടാവും, പിന്നെയും താവട്ടല്ലേ ഒഴുകി പോകുന്നത്. ഇപ്പോൾ വീടുകൾ മുഴുവൻ വെള്ളത്തിലാണ്. ഇപ്പോൾ പ്രോപ്പർ ഡ്രെയിനേജ് ഉണ്ടാവണ്ടേ? നമ്മളെ നാട്ടിൽ ഇപ്പം 7 മാസമെങ്കിലും മിനിമം മഴയുണ്ട് മിക്കവാറും. ആ മഴയുണ്ടാവുന്ന നാട്ടിൽ തീരെ മഴയില്ലാത്ത പ്രദേശങ്ങളിൽ ചെയ്യുന്ന റോഡ് നിർമ്മാണ ജോലി ചെയ്യാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൽ ഓരോ ഇഞ്ചിലും വീടുകളാണ്, ആളുകൾ താമസിക്കുന്നതാണ്. അപ്പോൾ അതെല്ലാം കണക്കിലെടുക്കാതെയുള്ള നിർമ്മാണ ജോലികൾ അവലംബിച്ചത് കൊണ്ടുണ്ടായിട്ടുള്ള പ്രശ്നമാണ് എന്നുള്ളത് അവരും ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. ആവശ്യത്തിന് സ്റ്റേക്ക് ഹോൾഡേഴ്സിനോട് സംസാരിക്കണമെന്നേ.